നമസ്കാരം. നമ്മുടെ വീടുകളിൽ പുണ്യവും പ്രകാശവും നിറയ്ക്കുന്ന ഒരു വിശുദ്ധതാ പ്രതീകമാണ് നിലവിളക്ക്. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിലവിളക്ക് കൊളുത്തുമ്പോഴും കെടുത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയിൽ അതെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴാണ് വിളക്ക് കൊളുത്തേണ്ടത്? പ്രഭാത സന്ധ്യ, അതായത് പുലർച്ചെ 5 മുതൽ 6 വരെ. സായാഹ്ന സന്ധ്യ, വൈകിട്ട് 6-ന് ശേഷം. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരി ചേർത്ത് ഒരു തീനാളമായി നമുക്ക് കത്തിക്കാം. ഇവ രണ്ടും ദൈവത്തെ ആദരിക്കുന്ന സമയങ്ങളായി കണക്കാക്കുന്നു. അതിനാൽ ദിനത്തിൽ 2 തവണ വിളക്ക് കൊളുത്തുന്നത് ശുഭകരമാണ്. നിലവിളക്കെന്നാൽ ലക്ഷ്മി സമേതനായ വിഷ്ണുവാണ്. അതിലിടുന്ന തിരുനാളം ബ്രഹ്മാവും സരസ്വതിയുമാണ്. അതുകൊണ്ടാണ് 2 തിരി ചേർത്ത് ഒരു തീനാളമായി ജ്വലിക്കേണ്ടത്. വിളക്കുകളിൽ നെയ്വിളക്കിനാണ് ഏറ്റവും മഹത്വമുള്ളത്. 5 തിരിയിട്ട വിളക്കിന് മുൻപിൽ ധ്യാനം, ജപം ചെയ്യുകയാണെങ്കിൽ ക്ഷിപ്രഫലം ഉണ്ടാകും എന്നതാണ് വിശ്വാസം. ശുദ്ധമായ വെളിച്ചെണ്ണ, എള്ളെണ്ണ എന്നിവ ഗൃഹദീപത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മരണാനന്തര കർമ്മങ്ങളിലാണ് എള്ളെണ്ണ ഉപയോഗിക്കാറ്. മറ്റ് എണ്ണകൾ ഉപയോഗിക്കാറില്ല എന്നതാണ് സങ്കല്പം. സ്വർണ്ണ നിറത്തിൽ പ്രകാശത്തോടെയും നേരെ ഉയർന്നു പൊങ്ങുന്നതുമായ ജ്വാല ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വായ കൊണ്ട് ഊതി നിലവിളക്ക് അണയ്ക്കാതിരിക്കുക. നേരെ പിറകിലോട്ട് തിരിവലിച്ച് എണ്ണയിൽ മുക്കി കെടുത്തുകയോ അല്പം എണ്ണ ദീപത്തിൽ വീഴ്ത്തുകയോ ചെയ്ത് അണയ്ക്കാവുന്നതാണ്. സൂര്യൻ അസ്തമിക്കുന്ന പോലെ വേണം തിരി അണയ്ക്കുവാൻ എന്നതാണ് വിശ്വാസം. കരിന്തിരി കത്തി അണയുന്നത് അശുഭകരമാണ്. ശരീരവും മനസ്സും ശുദ്ധമാക്കി മാത്രം വിളക്ക് കൊളുത്തുക. വിഷമം, നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം വിളക്ക് കൊളുത്തുക. തിരി ഇടത് കൈകൊണ്ട് വയ്ക്കരുത്, വലത് കൈ ഉപയോഗിക്കുക. വിളക്ക് വയ്ക്കാൻ ശുദ്ധിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം. വിളക്കിന് ചുറ്റും പൂക്കൾ, കുങ്കുമം, ചന്ദനം എന്നിവ ഉപയോഗിക്കാം. വിളക്കിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയും ആത്മവിശ്വാസവുമാണിത്. വിളക്കിൻ്റെ ശരീരം അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ സ്റ്റെം എന്നൊക്കെ പറയും, ജീവിതയാത്രയെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ഉന്നമന യാത്ര, അവബോധത്തിലേക്കുള്ള ഉയർച്ച മറ്റുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ചില നിലവിളക്കുകൾക്ക് 5 കരങ്ങൾ അല്ലെങ്കിൽ തലകളുണ്ടാകും. ഇത് പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ. വിളക്കിൻ്റെ ഹൃദയമാണ് തിരി. ശുദ്ധബുദ്ധിയും ദിവ്യചിന്തകളും ഇതിലൂടെ പ്രകാശിക്കുന്നു. തിരിയെ പ്രകാശിപ്പിക്കുന്നതാണ് എണ്ണ. ഭക്തിയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ് ശുദ്ധമായ എണ്ണയും നെയ്യും. വിളക്കിൻ്റെ പ്രകാശം ജ്ഞാനത്തെയും ദൈവസന്നിധിയെയും പ്രതിനിധീകരിക്കുന്നു. അതാണ് അവിഭാജ്യമായ പരബ്രഹ്മം. വിളക്കിൻ്റെ ചുറ്റും പുഷ്പങ്ങൾ, കുങ്കുമം, ചന്ദനം എന്നിവ ഉപയോഗിക്കുന്നത് ആരാധനയും അർപ്പണവും പ്രതിനിധീകരിക്കുന്നു. നിലവിളക്ക് ഒരു ദീപം മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ ദിശാബോധമാണ്. ശുദ്ധതയുടെ പാതയും ജ്ഞാനത്തിൻ്റെ വിളക്കുമാണ്. ദീപം ദർശിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഈ ശ്ലോകം ചൊല്ലുക: ശുഭം ഭവതു കല്യാണം, ആയുരാരോഗ്യവർദ്ധനം, സർവശത്രുവിനാശായ, സന്ധ്യാദീപം നമോ നമഃ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.